ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ രാവിലത്തെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയാണ്. 9 മണിക്കാണ് കുർബാന. അപ്പം നല്ല മഴയുണ്ട്. പോകുന്ന വിശേഷങ്ങളാണ്, രാവിലത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാനുള്ള ഒരു കൊണ്ടുണ്ട്. ഇവിടെ തന്നെ ഓളം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. ബിസ്ക്കറ്റ്, ബ്രെഡ്, ജാമ്, ആപ്പിള് ഇതൊക്കെയാണ്. ഭയങ്കര മഴയാണ്. രാത്രി തുടങ്ങിയ മഴ ഇതുവരെ തോന്നത്തില്ല. 9 മണിക്കാണ് കുർബാന തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8:45 ഇവിടെ കഴിപ്പ് നടക്കുന്നതേ ഉള്ളൂ. കഴിച്ചതിന് ശേഷം പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇവിടുന്ന് തിരിക്കുന്നു. മഴയാണ്, വെളുപ്പിനെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ തോന്നിട്ടില്ല. രാവിലെ തന്നെ മഴയാണെങ്കിലും നല്ല തിരക്കാണ്. ഞങ്ങൾ എൻ്റെ ഈ കടയിൽ ഇന്നലെ വൈകിട്ട് ഇവിടുന്നാണ് ചായ കുടിച്ചത്. ചായ കുടിക്കാൻ കഴിക്കാൻ നമ്മൾ റൂമിലിരുന്നെല്ലാം കഴിച്ചായിരുന്നു. പിന്നെ ഇവർ മുല്ലപ്പൂ തല വെക്കാനായിട്ട് മേടിക്കും. ഇവിടെ എല്ലാവരും മുല്ലപ്പൂ തല വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും മുല്ലപ്പൂ തല വെക്കണമെന്ന് പറഞ്ഞ് മേടിക്കുവാണ്. നല്ല മഴയുണ്ട്. മഴയാണെങ്കിൽ പോലും നല്ല തിരക്ക് തന്നെ ഇവിടെ ഉണ്ട്. ചായയൊക്കെ കുടിച്ച് പൂവൊക്കെ മേടിച്ച് തലേ ചൂടിയിട്ട് പിന്നെ പള്ളിയിലോട്ട് പോവുകയാണേ. ഇതാണ് മാർക്കറ്റ്. ഇവിടെ വരുന്ന ഓരോരുത്തർ നമുക്കിവിടെ പാത്രങ്ങളെല്ലാം റെൻറ്റിന് കിട്ടും. അപ്പോൾ ഓരോരുത്തർ ഇവിടെ 2-3 ദിവസം താമസിക്കുന്നത് ഇവിടെ വന്ന് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടാണ് പാത്രം റെൻറ്റിന് എടുത്തിട്ട് ഗ്യാസും ഗ്യാസ് കുറ്റി എല്ലാം കിട്ടും. അന്നേരം അവർ റെൻറ്റിന് എടുത്തിട്ടാണ് അവർ ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നേണ്ടലിലെത്തി. എങ്ങോട്ട് തിരിഞ്ഞാലും പള്ളികളാണ്. 4 ഇവിടെ കുർബാന തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇന്നലെ പോയില്ലായിരുന്നു. അപ്പോൾ ഈ അവിടോട്ട് പോയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കുർബാന നടക്കുന്നിടത്തോട്ട് പോകുന്നുണ്ടാണ്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ റൂം വെക്കേറ്റ് ചെയ്യണം. നമ്മളിവിടുന്ന് അങ്ങോട്ട് അകത്തോട്ട് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എൻട്രി. ഇവിടെ നിന്നാണ് അൽത്താരി അങ്ങ് അവിടെ അകത്താണ്.
ഇപ്പം നേർച്ചയെല്ലാം ഇട്ട് ഇവിടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത് നമ്മൾ വേറൊരു പള്ളിയുണ്ട്, അവിടെ കയറിയില്ല. ഇപ്പോൾ അവിടോട്ട് പോവാണ്. ഇപ്പം നമ്മളിപ്പം ആ പള്ളിയിലാണ് കയറിയത്. ഇനി അപ്പുറത്തൊരു പള്ളിയുണ്ട്, ഇവിടെ തന്നെ 2 പള്ളിയുണ്ട്. ആ പള്ളിയിലും തൊട്ടപ്പുറത്തെ പള്ളി കാണുന്നത്, അവിടെ കയറണം. ഇപ്പം കയറിയ പള്ളി ഇതാണ്. റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ട്രെയിൻ പോകുന്നത്. കള്ള പാണ്ടുകളെല്ലാം വിളിച്ച് നോച്ചേച്ചി എടുത്തിട്ട് ഇത് പന താഴെ പണിയോ അല്ല, അതിൻ്റെ തന്നെ അത് വെട്ടിവിടുന്നതാണോ വാഴയുടെ? അതുകൊണ്ട് അതിൻ്റെ ഇത് വരുന്നതാണ് കട്ടിയാകുന്നത്, വാഴയല്ല, അത് വേറെ എന്തോ ഒരു സംഭവം. അപ്പം നമ്മളവിടാണ് ആദ്യം, ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഇത് ചർച്ച് ഇവിടുന്ന് മുട്ട നീന്തുന്ന നേർച്ച ഇതിൻ്റെ വെള്ളിയിൽ കൊണ്ടതുണ്ട്. മഴയാണെങ്കിൽ പോലും അവരോരോ നേർച്ചകൾ അവരോട് തന്നെ ചെയ്യുന്നുണ്ട്. മുട്ടയിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് നമ്മൾ വന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന് അവിടം വരെയാണ് മുട്ട നീന്തി പോകുന്നത്. ഇത് അതുകൊണ്ട് വലിയ പള്ളി ഇതിന് നേരെയാണ് കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാണ് മുട്ട നേർച്ച പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് ആ പള്ളിയിൽ പോയി നേർച്ച ഇടണം. നമ്മൾ ഇന്നലെ വൈകിട്ടല്ല പള്ളിയിൽ പോയതായിരുന്നു. നമ്മളിവിടെ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ മാതാവിൻ്റെ ഫിലിം ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ 11:30 ഉള്ളൂ ഷോ തുടങ്ങുന്നത്. തിരിച്ച് റൂമിലോട്ട് പോവാണ്. മഴയും വെയിലും കൂടാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, പക്ഷെ വെയിൽ ഉറച്ചിട്ടുണ്ട്. നല്ല അങ്ങോട്ട് നേരെ നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട്. ഇനി റൂം വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ പോയി നമ്മൾ പള്ളിയിലെല്ലാം പോയി. 2 പള്ളിയിൽ കൂടെ ഉണ്ടായിരുന്നു ബാക്കി പോകാൻ. അവിടെ എല്ലാം പോയിട്ട് വന്ന് നമ്മുടെ റൂമിലെത്തി. തന്നെ നമ്മൾ പോകാനുള്ള പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് 4 മണിക്കാണ് 5 മണിക്കാണ് നമുക്ക് നാഗപട്ടണത്തു നിന്ന് ട്രെയിന്. അപ്പം 4 മണിയാകുമ്പോഴത്തേക്കിന് നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ഒത്തിരി ലഗേജൊന്നുമില്ല. അപ്പം നമ്മൾ ഇതും കൊണ്ട് പോയി അവിടെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഒരു പള്ളിയിൽ കൂടെ കയറാൻ ബാലൻസ് ഉണ്ട്, അവിടെ കയറിയിരുന്നിട്ട് പിന്നെ ഉച്ചക്കത്തെ ഊണും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം 12:30 ആയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ നേരെ വെള്ളാങ്കണ്ണി ചെന്നിട്ട് അവിടെ നിന്നാണ് നാഗപട്ടണത്തുള്ള ട്രെയിൻ പിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പം മഴ തോർന്നിട്ടില്ല, ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വിശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ മറ്റൊരു വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.